നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇന്ത്യയിലെ ഊർജ്ജ വിതരണ ശൃംഖല ചെറിയ രീതിയിൽ സമ്മർദ്ദം നേരിടുകയാണ്. പ്രത്യേകിച്ച് പാചകവാതക വിതരണത്തിൽ വലിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിലെ നീണ്ട നിരകളും സിലിണ്ടറുകൾ ലഭിക്കാനുള്ള ആഴ്ചകൾ നീളുന്ന കാത്തിരിപ്പും പ്രത്യേകിച്ചും വാണിജ്യ മേഖലയിൽ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞു. ഹോട്ടലുകളും ലഘുഭക്ഷണശാലകളും പലയിടത്തും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലാണ്. എന്നാൽ ഈ പ്രതിസന്ധിക്കിടയിലും പെട്രോൾ, ഡീസൽ പമ്പുകളിൽ സാധാരണ നിലയിലുള്ള വിതരണം നടക്കുന്നുമുണ്ട്. ഒരേ മേഖലയിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിച്ചിട്ടും പാചകവാതകത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ക്ഷാമം നേരിട്ടത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിലുണ്ടായ തടസ്സങ്ങളാണ് ഈ പ്രതിസന്ധിയുടെ മൂലകാരണം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ഈ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ മന്ദഗതിയിലാക്കി. ഇന്ത്യയുടെ പാചകവാതക ഇറക്കുമതിയുടെ 92% മിഡിൽ ഈസ്റ്റിലെ UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. ഇതിൽ 80 മുതൽ 90% വരെ LPG കപ്പലുകളും ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തേണ്ടത്. ഈ പാത ഭാഗികമായി അടയുകയോ തടസ്സപ്പെടുകയോ ചെയ്തപ്പോൾ അത് ഇന്ത്യയുടെ പാചകവാതക വിതരണത്തെ നേരിട്ട് ബാധിച്ചു. ഇന്ത്യ പ്രതിവർഷം ഉപയോഗിക്കുന്ന 31 ദശലക്ഷം ടൺ LPGയിൽ പകുതിയിലധികവും ഇറക്കുമതി ചെയ്യുന്നതാണ്. LPGക്ക് പെട്ടെന്ന് ക്ഷാമം നേരിടാനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ പരിമിതമായ സംഭരണശേഷി കൂടിയാണ്. അസംസ്കൃത എണ്ണയ്ക്ക്, അതായത് ക്രൂഡ് ഓയിലിന് ഇന്ത്യക്ക് വലിയ തോതിലുള്ള തന്ത്രപരമായ കരുതൽ ശേഖരമുണ്ടെങ്കിലും പാചകവാതകത്തിന് അത്തരം വൻകിട സംഭരണ കേന്ദ്രങ്ങൾ നിലവിലില്ല. മംഗളൂരുവിലും വിശാഖപട്ടണത്തുമുള്ള LPG സംഭരണ കേന്ദ്രങ്ങൾക്ക് പരമാവധി 1.4 ലക്ഷം ടൺ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇത് ഇന്ത്യയുടെ 2 ദിവസത്തെ മാത്രം ഉപയോഗത്തിന് മതിയാകുന്ന ശേഖരമാണ്. അതായത് കപ്പലുകൾ വരുന്നതിൽ ചെറിയ തടസ്സമുണ്ടായാൽ പോലും അത് 2ാം ദിവസം തന്നെ വിതരണ ശൃംഖലയെ ബാധിക്കും. നേരെ മറിച്ച് പെട്രോൾ, ഡീസൽ എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ആഴ്ചകളോളം ഉപയോഗിക്കുവാനുള്ള അസംസ്കൃത എണ്ണ ഭൂഗർഭ ശേഖരങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ വിതരണത്തെ ബാധിക്കാത്തതിന് മറ്റൊരു കാരണം ഇറക്കുമതിയിലെ വൈവിധ്യവൽക്കരണമാണ്. ഇന്ത്യ ഇപ്പോൾ അസംസ്കൃത എണ്ണയുടെ 70% ഹോർമുസ് കടലിടുക്കിന് പുറത്തുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് വാങ്ങുന്നത്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിച്ചത് ഈ പാതയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാൻ സഹായിച്ചു. എന്നാൽ LPGയുടെ കാര്യത്തിൽ 90%-ലധികം ഇറക്കുമതിയും ഗൾഫ് മേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ത്യക്ക് ആവശ്യമായതിലധികം റിഫൈനറി ശേഷിയുള്ളതിനാൽ അസംസ്കൃത എണ്ണ എത്തിയാൽ ഉടൻ തന്നെ പെട്രോളും ഡീസലുമായി മാറ്റാൻ സാധിക്കും. എന്നാൽ LPG ഇറക്കുമതി കുറയുമ്പോൾ ഈ ആനുകൂല്യം ലഭിക്കുന്നുമില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ പാചകവാതക ഉപഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനവും പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉൾപ്പെടെയുള്ള പദ്ധതികൾ വഴി ഗ്യാസ് കണക്ഷനുകളുടെ എണ്ണം 14.5 കോടിയിൽ നിന്ന് 2025 ആയപ്പോഴേക്കും 33 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. വിറകിൽ നിന്നും മറ്റും പാചകവാതകത്തിലേക്ക് മാറിയ കോടിക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ സിലിണ്ടറുകൾക്ക് വേണ്ടി പൂർണ്ണമായും വിപണിയെ ആശ്രയിക്കുന്നു. ഈ വർദ്ധിച്ച ഡിമാൻഡിനനുസരിച്ചുള്ള സംഭരണ സംവിധാനങ്ങൾ രാജ്യത്ത് പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം താൽക്കാലികമായി നിർത്തിവെച്ച് ഗാർഹിക ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ റഷ്യ, പടിഞ്ഞാറൻ ആഫ്രിക്ക തുടങ്ങിയ ഗൾഫ് ഇതര രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ LPG എത്തിക്കാനുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാനുള്ള അനുമതി ലഭിച്ചതിനാൽ ഉടൻ തന്നെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.